ഫുഡ് വേസ്റ്റ് ബാക്കി വരുമ്പോൾ ഇത് എവിടെ കൊണ്ട് കളയും, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും ടെൻഷനാണ്. ഇനി നമുക്ക് അങ്ങനത്തെ ടെൻഷൻ വേണ്ട. ചോറ് ഉൾപ്പെടെയുള്ള ഫുഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെടികൾക്ക് വളമായിട്ട് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ്, അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ്, പഴം, മുട്ടയുടെ തോട്, ചായല അരിച്ചതിൻ്റെ ഇത്, അതുപോലെ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ ഉപകാരമുള്ള ഒന്നാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ മീൻ പൊതിഞ്ഞുകൊണ്ട് എന്ന പേപ്പറാണ്. ആ പേപ്പർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന ഒരു മെയിൻ സാധനമാണ് ഈ ഇതുപോലുള്ള പേപ്പറുകൾ. വീട്ടിൽ മെയിനായിട്ട് നമുക്ക് വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്നത് പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും എപ്പോഴും. അതുപോലെ പച്ചക്കറിയുടെ തൊലികൾ, അതുപോലെ പച്ചക്കറി നമ്മൾ ചില ചീഞ്ഞു പോയ പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുക്കാം. ഇതിപ്പോൾ ചീരയുടെ വേസ്റ്റാണ്. ചീരയുടെ നല്ലത് എടുത്തിട്ട് ബാക്കി ആവശ്യമില്ലാത്ത ചീരയുടെ ഇലകളൊക്കെയാണ്. അങ്ങനെ എന്ത് വേസ്റ്റ് നമുക്ക് അടുക്കള വേസ്റ്റ് വരുന്നു അതൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതും എടുക്കാം. മാങ്ങയുടെ തൊലി എല്ലാം നമുക്ക് ഇതുപോലെ എടുക്കാം. ഇത് ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കുമ്പോൾ അതിൻ്റെ തൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ വേസ്റ്റിനും മുട്ട ഉണ്ടെങ്കിൽ മുട്ടയുടെ തോടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ അതേ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് വേസ്റ്റായിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോറാണ്. അപ്പോൾ ഈ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ പഴയ ജാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പഴയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ പുതിയ ജാറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഫുഡിൻ്റെ വേസ്റ്റല്ലേ, നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് താമസം എടുത്തിട്ട് ആയാൽ മതിയെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ ഇടാം. ഇതുപോലെ ജാറിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗാണ്. ഈ ഗ്രോ ബാഗിലേക്ക് നമുക്ക് കുറച്ച് ചപ്പ് ചവറുകളൊക്കെ നിറച്ച് കൊടുക്കാം. അടിക്കുമ്പോൾ കിട്ടുന്ന കരിയിലൊക്കെ ഇല്ലേ, ആ കരിയിലൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടും കേട്ടോ. ഗ്രോ ബാഗ് നിറക്കാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കരിയിലിട്ടു. അതിന് ശേഷം ഞാൻ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഫുഡ് വേസ്റ്റ് അടിച്ചെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫുഡ് വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത് ഇത് ഗ്രോ ബാഗാക്കി നിറക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഇലയും ഇട്ടിട്ടുണ്ട്, അതുപോലെ ഫുഡ് വേസ്റ്റ്, കഞ്ഞിവെള്ളം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കണം കേട്ടോ. ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് കരിയില, പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഓരോ ദിവസം ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ അടിച്ച് ഇട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ തോരപ്പൻ, പെരിച്ചാഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനെ മാന്താതിരിക്കാനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും കുറച്ച് ഫിനോയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര രൂക്ഷഗന്ധമുള്ള സാധനങ്ങൾ അടിച്ചാൽ അതിൻ്റെ അടുത്തേക്ക് വരില്ല ഈ തോരപ്പനൊക്കെ. അതുപോലെ തന്നെ ചാരമൊക്കെ മുകളിൽ വിതറിയിട്ടുണ്ടെങ്കിൽ ഈ തോരപ്പൻ പോലുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഈ ഗ്രോ ബാഗ് വന്ന് നശിപ്പിക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ കരിയിലിട്ട് കൊടുത്തു, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് നിറക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമുക്കൊരു തലവേദന അല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെ ഇത് നിറച്ചതിന് ശേഷം ഞാൻ ഒരു തണലുള്ള സ്ഥലത്തേക്ക് അതിനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഈ കരിയിലയുടെ മുകളിൽ എപ്പോഴും നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ലിംഗ് ആയിട്ട് കുറച്ച് ചാറിട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തുരപ്പനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഇത് നശിപ്പിച്ച് കളയും. ഇനി ഭയങ്കര തുരപ്പൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും കുറച്ച് ഫിനോയിൽ ഒഴിച്ചു കൊടുക്കുക. ഗ്രോ ബാഗിൻ്റെ ചുറ്റുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലല്ല കേട്ടോ. അപ്പോൾ ആ സ്മെല്ലുള്ളത് വരുന്നത് കൊണ്ട് തന്നെ തുരപ്പനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ ഭാഗത്തേക്ക് എടുക്കില്ല. എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് മൂടിയിട്ട് ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് അമർത്തി വെക്കുക. 1-2 മാസം കഴിയുമ്പോഴേക്കും വേസ്റ്റും കരിയിലയും എല്ലാവരും കൂടി നന്നായിട്ട് ദ്രവിച്ചിട്ട് നല്ല ഒരു കമ്പോസ്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചാക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഇത്തിരി മണ്ണ് ലെയർ പോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.